പെട്ടെന്ന് ഒരുങ്ങിട്ട് വാ. കിട്ടുന്നില്ലല്ലോ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, അർജുനേട്ടന്റെ വിവാഹ നിശ്ചയം മുടങ്ങണം. പ്രീതിയുടെ ജീവിതം നശിക്കാൻ പാടില്ല. വിജയലക്ഷ്മി, നീ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ മുട്ട് കൂട്ടിയിരിക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. കൃഷ്ണൻകുട്ടി ചേട്ടൻ ആരെയായി പേടിക്കുന്നേ? പോലീസിന് പേടിയില്ലാത്ത മനുഷ്യരുണ്ടോ വിജയലക്ഷ്മി? അതിന് പോലീസിനോട് എന്താ? അല്ല, നമ്മളെന്ത് കുറ്റം ചെയ്തെന്നാ? പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമ്പോ ശാരദാമ്മ ശാരികയുടെ പേര് പറയും, പിന്നെ അന്വേഷണം ഇങ്ങോട്ട് നീളും. അല്ല, ഇവിടെ അന്വേഷിച്ചു വന്നോ? നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതല്ല വിജയലക്ഷ്മി പ്രശ്നം. പോലീസ് ചോദിച്ചാലേ ഞാൻ അറിയാതെ സത്യം പറഞ്ഞു പോകും. നീ ആ വിഷം ചേർത്തത് എന്റെ കുറ്റം അല്ല വിജയ്. എന്റെ ജാതകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ രാജഭടന്മാരെ പേടിയുള്ള ആളാണെന്ന്. രാജഭടന്മാരെ പേടിയുള്ള ഒരാളെ പാഷാണം കൊടുത്ത് കൊല്ലുവെന്ന് എന്റെ ജാതകത്തിലും ഉണ്ട്. വിജയ, നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോണം. അമ്മാവാ, ചായ. അമ്മാവൻ ഇതെന്ത് പറ്റി? നീ അതങ്ങ് ടീപ്പയിലേക്ക് വെച്ചേക്ക്, ഞാൻ പോയി എടുത്തോളാം. എനിക്കിപ്പോ വേണ്ട. നീ എവിടെ നിന്ന് നിന്നെ? നിന്റെ സ്കൂളിന്റെ ശതാബ്ദി ദിനാഘോഷം പത്രത്തിലുണ്ട്. ആണോ? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സ്കൂളിൽ ഭക്ഷ്യവിഷബാധ, 50 കുട്ടികൾ ആശുപത്രിയിൽ. താഴെ ഒരു ലൈനും കൂടിയുണ്ട്. പാചകക്കാരി അറസ്റ്റിൽ. അവരുടെ പടമില്ല, പക്ഷെ പേരുണ്ട്, ശാരദാമ്മ. ഇവിടെ നോക്കട്ടെ. പ്രത്യേകിച്ച് വായിക്കാൻ മാത്രമൊന്നുമില്ല. മഹാത്മാഗാന്ധി സ്കൂളിലെ ശതാബ്ദി ദിനാഘോഷത്തിന് കുട്ടികൾക്ക് വിളമ്പിയ ഭക്ഷണത്തിൽ വിഷം ചേർന്നു എന്നാണ് വാർത്ത. 50ഓളം കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചിലരുടെ നില ഗുരുതരവും. പാചകത്തിന് ചുമതലയേറ്റിരുന്ന കുടുംബശ്രീ ശാരദയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഇതിനൊക്കെയുള്ള പിടിപ്പില്ലെങ്കിൽ എന്തിനാടി ഭാരിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോണത്? ഒരു കുടുംബശ്രീ.
ഓ, സമാധാനമായി. പോലീസില്ല. പ്രീതി ഡോക്ടർ വിളിക്കുന്നു. പോയിട്ടു. ശാലിനി വന്നില്ലല്ലോ വിഷ്ണുട്ടാ. അത് സാരില്ല, ശാലിനി വരുമ്പോ ഞാൻ എത്തിക്കൂടാ. അതെ, നീ ചെല്ല്, ചെക്കപ്പ് എടുക്കട്ടെ. എന്റെ മകളോടൊരു നന്ദി പറയാനാ ഞാൻ വന്നത്. അയ്യോ, ഓർമ്മ ഉറച്ചു തുടങ്ങിയ കാലം മുതല് ശാരദ പാചകം തുടങ്ങിയതാ. പാചകത്തിന് ഓർഡർ കിട്ടുമ്പോ അതിപ്പോ എത്ര വലുതായാലും പങ്ക് കച്ചവടത്തിന് ആളെ കൂട്ടിയിരുന്നില്ല ഞാൻ ഇന്നലെ വരെ. കുട്ടി ഉടുപ്പിട്ട് നടക്കുന്ന കാലം മുതല് എനിക്ക് കൈസഹായമായിരുന്നു നീ. ഞാൻ പറഞ്ഞു തന്ന ബാലപാഠങ്ങള് ഇന്ന് നിന്റെ മനസ്സിൽ മായാതെ ഉണ്ടാവൂന്ന് ഞാൻ വിശ്വസിച്ചു. അമ്മ അതിന് ഞാൻ മതി. വിഷം കലർന്നതേ ഞാൻ നിനക്ക് കൂട്ടു പറഞ്ഞു തന്നിരുന്ന അവിയല്ല. അതാരടി ഉണ്ടാക്കിയത്? ഭാഗ്യം, ഞാനെടുത്തു വെച്ച പപ്പടത്തിന് കുഴപ്പമില്ല. അമ്മ, ഞാൻ ഇന്ന് വിഷം ചേർത്തുന്ന എലി വിഷം. ഞാൻ പറഞ്ഞു തന്ന അവിയലിന്റെ കൂട്ടില് എവിടെയാടി അത്? എലി വിഷമോ? അമ്മ, ഞാൻ അവിയൽ എലി വിഷം ചേർത്തുന്നാണോ അമ്മ പറയുന്നേ? എനിക്കതുകൊണ്ട് എന്ത് ലാഭം കിട്ടാനാ അമ്മ? നീ ആ എലിവിഷം കലർത്തിയതെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആ ഭക്ഷണത്തിൽ വിഷം കലർന്നതിന്റെ ഉത്തരവാദിത്തം നീ ഒരാൾക്ക് മാത്രമാ. എടി, നമ്മൾ ഒരാൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോ അത് കഴിക്കുന്ന ആളുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് മാത്രമാ. കണ്ണിലെ കൃഷ്ണമണി പോലെ, അല്ലെങ്കിൽ സ്വന്തം പ്രാണം പോലെ കാക്കണം അന്നം. അതിപ്പോ അവളെ മാത്രം അങ്ങനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാ ശാരദാമ്മേ? ഇവിടുന്ന് നിങ്ങളുടെ ജോലിക്കാരുടെ കയ്യിലല്ലേ ഭക്ഷണം കൊടുത്തു വിട്ടത്? അവള് കൊണ്ടുപോകുന്നതിനിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടോ ഒക്കെ ഭക്ഷണത്തിൽ വിഷം കലരാലോ. ശാന്ത എന്റെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നവളാ. അവളുടെ ഉത്തരവാദിത്തം എനിക്കറിയാം. ആഹാ, അപ്പൊ ശാരികയെ മാത്രമാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത്? വിജയലക്ഷ്മി, ഞാൻ സംസാരിക്കുന്നത് എന്റെ മോളോടാ. ശാരി, അതെ, നിങ്ങളുടെ മോളൊക്കെ പണ്ട് ഇവളെ എന്റെ രാജീവ് കെട്ടിയ പെണ്ണ. ഈ വീട്ടിൽ കയറി വന്ന് ഇവളുടെ അടുത്ത് തോന്നിയാസം പറയരുത്. ഇവള് ഭക്ഷണത്തിൽ വിഷം കലർത്തിന്നോ? ആഹാ, അത് കൊള്ളാലോ. വിജയമ്മ വേണ്ട. ഞാൻ നിന്നെ വഴക്ക് പറയായിരിക്കും, പക്ഷേ അത് നീ നേർവഴിക്ക് നടക്കാൻ വേണ്ടിട്ടാ. വേറെ ആരും നിന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും വരുന്നതേ എനിക്കിഷ്ടല്ല. അതിപ്പോ സ്വന്തം അമ്മയായാലും. ഇനിയാ കൊള്ളരുതാഴിക ഇവിടെ നിന്ന് പറഞ്ഞാലേ ചൂലെടുക്കും ഞാൻ. ചൂലൊന്നും എടുക്കണ്ട വിജയലക്ഷ്മി, ഞാൻ ഇറങ്ങിക്കോളാം. പോലീസ് എന്നോട് പലവട്ടം തിരിച്ചും മറിച്ചും ചോദിച്ചു ആരാ അവിയൽ ഉണ്ടാക്കിയതെന്ന്. നീയാന്ന് അറിഞ്ഞു വെച്ചോണ്ടാ ചോദ്യം അറിഞ്ഞിട്ടും ഞാൻ വാ തുറന്നില്ല. എന്റെ മകളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടില് പോലീസ് കയറി നിരങ്ങണ്ടെന്ന് കരുതി. ഒരു കോളേജ് ലെക്ചറുടെ ഭാര്യ എന്റെ മോള്. ശാരദയെ പോലെ വെറും ഒരു പാചകക്കാരിയല്ല. പക്ഷെ അങ്ങനെ പോലീസ് വന്നിരുന്നെങ്കിൽ ആ വിഷം വന്ന വഴി പോലീസ് കണ്ടെത്തിയേനെ. എലിവിഷം എന്തായാലും തന്നെ വന്നങ്ങ് അവിയല് വീഴൂലല്ലോ. ദേ, നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പുറത്തേക്ക് കയറാൻ പോവാണോ? വീടിത്തിരി പഴയതാണെങ്കിലേ
ഞങ്ങൾ എലിവിഷം ഒന്നും വാങ്ങാറില്ല. എനിക്കാണെങ്കിൽ ആ സാധനം കൈകൊണ്ട് തൊടുന്നത് പോലും പേടിയാ. അതുകൊണ്ടാ ഞങ്ങൾ 3-4 പൂച്ച ഇവിടെ വളർത്തുന്നേ. അല്ലേ കൃഷ്ണൻകുട്ടി ചേട്ടാ? പൂച്ച പൂച്ച പൂച്ച. ആരും ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കണ്ട. എല്ലാം ശാരദ തന്നെ ഏറ്റോളാം. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്നൊന്നുണ്ട്. നന്ദിയുണ്ട് മോളെ ഗുരുദക്ഷിണയ്ക്ക്. അമ്മേ 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 ഞാനൊന്ന് പറയട്ടെ അമ്മേ. അമ്മേ 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 ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അമ്മേ അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. അമ്മേ 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 അമ്മേ. നീ ഇത്ര നല്ല നടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല വിജയേ. എന്റെ അഭിനയമൊക്കെ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളു കൃഷ്ണൻകുട്ടി ചേട്ടാ. അവള് നെഞ്ചു പൊട്ടി കരയുന്നത് എനിക്ക് കണ്ണ് നിറച്ച് കാണണം. ശാലിനി വന്നില്ലേ? വന്നിട്ടുണ്ട് ഡോക്ടർ. ഏതോ ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുക. ആളെ കാണാൻ പോയതാ. എന്തിനാ ഡോക്ടർ ഇപ്പൊ ഒരു ചെക്കപ്പ്? ഈ കുട്ടിയോട് ഞാൻ എന്തു പറയും? സത്യം പറഞ്ഞ വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രതീക്ഷകൾ മുഴുവൻ ആളി കത്തിച്ചിട്ട് തല്ലിക്കെടുത്തുന്നത് പോലെ ആവില്ലേ അത്? വേണ്ട, തൽക്കാലം ഒന്നും പറയണ്ട. ഡോക്ടറൊന്നും പറഞ്ഞില്ല. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർക്ക് അത് തുറന്നു പറയാം. അബോർഷന് ശേഷവും ഗർഭാവസ്ഥയിലുള്ള അതേ ക്ഷീണോ എനിക്ക്. ചില സമയത്ത് മനം പുരട്ടും. വല്ലാത്ത അവശത തോന്നും എനിക്ക്. അപ്രതീക്ഷിതമായ അബോർഷനുകളിൽ അതൊക്കെ പതിവാ പ്രീതി. ഡെലിവറി പോലെ തന്നെ അമ്മയ്ക്ക് ക്ഷീണം ഉണ്ടാവും അബോർഷനിൽ. അതിനുവേണ്ട ദേഹരക്ഷ ആവശ്യമാണ്, വിശ്രമവും. പ്രീതിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് രക്തക്കുറവ് നല്ലതുപോലെയുണ്ട്. അതാണ് ഞാൻ വൈറ്റമിൻ ടാബ്ലറ്റ്സും ടോണിക്കും ഒക്കെ കൊടുത്തയച്ചത്. ഇല്ലടാ, ഞാൻ പ്രീതിക്ക് ഒരു ചെക്കപ്പിനായിട്ട് വന്നാ. അയ്യോ, അതൊന്നും പറ്റി? ഒന്നുമില്ല, ഒരു നോർമൽ ചെക്കപ്പാ. ശാലിനിയുടെ കൂടെ. ശരീരത്തിന്റെ അവസ്ഥ ബെറ്റർ ആയിട്ടുണ്ടോന്ന് നോക്കണം. ഒരു സ്കാനിങ്ങും കൂടി വേണ്ടിവരും. സ്കാനിങ് എന്തിനാ ഡോക്ടർ? ഒരു വിഷബാധയിലല്ലേ കുഞ്ഞു നഷ്ടമായത്. ഒരു അമ്മയാവാനുള്ള പ്രീതിയുടെ ശേഷിയെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതൊക്കെ എന്തിനാ? വേണം, ശാലിനിയുടെ നിർബന്ധമാ.
ഇല്ല. ഇവിടെയോ? ഡോക്ടർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. രാംദാസ് ഡോക്ടർ ഇല്ലേ അവിടെ? ആ ഉണ്ട്, ഡോക്ടർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ ഇത് കഴിഞ്ഞു വന്നോളാം. ആ. ശാലിനി ഇത് എവിടെ പോയി? ആ, അയാൾ ഫ്രണ്ടായിട്ട് സംസാരിച്ചിരിക്കായിരിക്കും. എന്തായാലും പ്രീതിയുടെ ചെക്കപ്പ് കഴിയട്ടെ. ഷെറിൻ, ഇപ്പൊ ആക്സിഡന്റ് ആയി വന്ന പേഷ്യന്റിന് അർജന്റായി ഓ പോസിറ്റീവ് ബ്ലഡ് വേണമല്ലോ. നമ്മുടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ലേ? ഓ പോസിറ്റീവ് സ്റ്റോക്ക് ഇല്ല. അതവരുടെ റിലേറ്റീവ്സിനോട് പറയൂ, ഏതെങ്കിലും ഡോണേഴ്സിനെ സംഘടിപ്പിക്കാൻ. ബന്ധുക്കളാരും കൂടെ ഇല്ല, പേഷ്യന്റിനാണെങ്കിൽ ബോധവും ഇല്ല. ഇതാകെ കുഴഞ്ഞ കേസായല്ലോ. നമ്മുടെ പതിവ് ഡോണേഴ്സിനെ ആരെങ്കിലും വിളിക്കാൻ പറ. ഓ പോസിറ്റീവിന് നമുക്കിവിടെ ഡോണേഴ്സ് കുറവാണെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ദൂരത്തും. അത് പറ്റില്ലല്ലോ, ഇത് കുറച്ച് എമർജൻസി കേസാ. സിസ്റ്ററെ, എന്റേതേ ഓ പോസിറ്റീവ് ബ്ലഡാ. അത് മതിയോ? മതി, എങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ. ആ അല്ല, ശാലിനി നിങ്ങളുടെ ഉണ്ടാവണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ബ്ലഡ് കൊടുക്കുന്ന ആളാ. ഓക്കെ, ഓ പോസിറ്റീവ് തന്നെയല്ലേ? ആ അതെ. ഷുഗർ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ആ ഉണ്ട് ഡോക്ടർ, ഞാനിടയ്ക്ക് ബ്ലഡ് കൊടുക്കാറുള്ളതാ. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തേ. ശരി, എന്നാ കിടന്നോളൂ. സോറി. ഇറ്റ്സ് ഓക്കെ. ഇത് വെച്ചോ. താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഓ പോസിറ്റീവ് ബ്ലഡ് സ്റ്റോക്കില്ലായിരുന്നു. ആ പേഷ്യന്റിനാണെങ്കിൽ ബ്ലഡ് അത്യാവശ്യമായിരുന്നു താനും. അല്ല ഡോക്ടർ, ആ പേഷ്യന്റ് എന്ത് പറ്റിയതാ? ആക്സിഡന്റ് ആയിരുന്നു, ഒരു കാറ് തട്ടിയതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. പ്രായമുള്ള ആളാ? ഏയ്, ചെറിയ പെൺകുട്ടിയാ. 20 or 22 വയസ്സുണ്ടാവും. ഡോക്ടർ അറിയാം ചെയ്യുന്നു, നല്ല പരമാവധി നോക്കണേ. എന്താന്ന് വെച്ചാല് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതായിരിക്കും അവളെ. അവൾക്ക് പ്രസവിച്ച് ഓമനിച്ചുള്ളൊരു അമ്മയുണ്ടാവും, വീട്ടിൽ അവളെ കാത്തിരിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടാവും. ഓരോ ജീവനും വിലപ്പെട്ടതാണല്ലോ. ആ നഷ്ടം നികത്താൻ മറ്റൊന്നും പകരാവില്ല. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും.